അങ്ങനെ എങ്ങനെ കൂലി കണ്ടു. ഇത്രയൊക്കെ കാത്തിരിപ്പായിരുന്നു. കൂലി, കൂലി പവർ ഹൗസ്. ഞാനൊന്നും പറയണില്ല. ഞാൻ ലോകേഷിൻ്റെ എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും ഇതേപോലെ ഭയങ്കര ഹൈപ്പിലായിരിക്കും. സിനിമ ഇറങ്ങി കഴിയുമ്പോൾ മൊത്തത്തിൽ ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ സിനിമ ഇറങ്ങുമ്പോൾ മുമ്പ് വിചാരിക്കും ഹൈപ്പ് വയ്ക്കരുത്, ഈ സിനിമയ്ക്ക് ഹൈപ്പ് വയ്ക്കരുത്, ഹൈപ്പ് വയ്ക്കാണ്ട് പോകണം ഒക്കെ വിചാരിച്ചൊക്കെ ഇരിക്കും. എന്തിനാ ഈ സിനിമ എടുത്ത ദൈവത്തിനറിയാം. ഈ സിനിമ തിയേറ്ററിൽ വെച്ച് കാണണോ എന്ന് ചോദിച്ചാൽ ഞാൻ ജനറലായിട്ടുള്ള ഓഡിയൻസിന് പറയാനുള്ളത് കാണാതിരിക്കുന്നതാണ് നല്ലത്. ഒരു മിനിമം ആവറേജ് ആയ ഒരു സിനിമ മാത്രം. ഇത്ര സ്റ്റാർ കാസ്റ്റുള്ള അമീർ ഖാൻ, ഉപേന്ദ്ര, നാഗാർജുന ഇവരൊക്കെ എല്ലാവരും സ്ക്രീനിൽ കാണണം, കാത്തിരിക്കണം. കൂലിക്ക് വേണ്ടി കാത്തിരുന്ന് മുട്ടി നിൽക്കാറ്. നിങ്ങൾക്ക് വേണ്ടി കൂലി കാണണമെന്ന് വെച്ച് നിൽക്കുന്നവർ മാത്രം പോയാൽ മതി. അങ്ങനത്തെ ഒരു പോയാൽ തന്നെ ഡിസപ്പോയിൻമെൻ്റ് ആവും. അപ്പോൾ ജനറൽ ഓഡിയൻസ് പോയാൽ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഈ കൂലി എന്ന സിനിമയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ലോകേഷിന് തന്നെ പഴയ സിനിമയിലുണ്ടായ വിക്രം, അതിനത്തിൻ്റെ ചെറിയ ക്യാരക്ടേഴ്സ് അതിനെ അങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ടേച്ചും ആ ക്യാരക്ടറിനെ ഇതിനകത്ത് വരുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കാണിച്ച് ശരിക്കും പറഞ്ഞാൽ വിക്രമിൻ്റെ സെക്കൻഡ് പാർട്ടാണോ ജയിലറിൻ്റെ സെക്കൻഡ് പാർട്ടാണോ വെച്ചാൽ അതിനകത്തിൻ്റെ ക്യാരക്ടേഴ്സും സ്റ്റോറി ലൈനും അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇതിനകത്തും പിടിച്ചിട്ടുണ്ട്. സെയിം ഡിഷ് തന്നെ വേറെ പോലെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അവിടെയൊക്കെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് വേറെ പോലെ തരണ പോലെ തന്നിട്ടുള്ളൂ ഈ കൂലി എന്ന് പറഞ്ഞ സിനിമ. ഞാൻ വിചാരിച്ച അറ്റ്ലി മാത്രമാണ് ഈ കോപ്പി അടിച്ചൊക്കെ ഈ സിനിമ എടുക്കണത്. അപ്പോൾ അത് ലോകേഷ് തുടങ്ങി. ലോകേഷ് അവൻ്റെ സിനിമയിൽ നിന്ന് കോപ്പി അടിച്ച് സ്വന്തം സിനിമയിൽ കയറ്റി വെക്കണം. അത് തെറ്റല്ല, പക്ഷെ എത്ര വർഷം ഈ കണ്ടത് തന്നെ കാണണേ. പിന്നെ വേറെ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഇൻ കേസ് ലോകേഷ് പറ്റിച്ചാലും നമ്മുടെ അനിരുദ്ധ ആയിട്ട് പിക്കപ്പ് ചെയ്ത് പൊക്കി സിനിമയെ നിർത്തുമെന്ന്. എവിടെ നിന്ന് BGM പോയിട്ട് സോങ്ങൊക്കെ അവിടെയൊക്കെ കൊള്ളാം. ഉറങ്ങി പോകേണ്ട അപ്പോൾ എനിപ്പിക്കണ പോലെ അവിടെ ഒരു BGM സോങ് കിട്ട്. ശരിക്കും പറഞ്ഞത് പവർ ഹൗസ് അല്ല, പവർ കട്ടാണ്. ഈ സിനിമയിൽ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ റോബിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തത്, ഒരു രക്ഷയില്ല. ഈ പടത്തിൽ ആകെ കൂടിയുള്ള പോസിറ്റീവ് അതാണ്. അതല്ലാണ്ട് വേറെ എന്താ അമീർ ഖാനൊക്കെ നമ്മുടെ റോലക്സിനെ പോലെയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചോ. ഇത് വേറെ അമീർ ഖാനൊക്കെ എന്തിനടുത്ത് ദൈവത്തിനറിയാം, വെറുതെ ഒന്നൊരു ജോക്കറാക്കി വിട്ടിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ഒരു ഉപയോഗം ഉണ്ടായില്ല. എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ലോകേഷിനോട് ഒരു കാര്യം പറയാനുള്ളൂ. ലോകേഷ് വന്നിട്ട് ആരോ പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു കഥ ഉണ്ടാക്കുക, ഇത് എനിക്കൊരു സിനിമ ചെയ്യുക, അങ്ങനെ സിനിമ ഞാൻ പോകണം. ഇതേപോലത്തെ കഥ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഫോഴ്സ്ഫുള്ളി ആയിട്ട് നമ്മുടെ ആ സ്റ്റോറി നമുക്ക് വേണ്ടി തരണ പോലെ, അല്ലെങ്കിൽ ആ ഹീറോയ്ക്ക് വേണ്ടി ആ ഫോഴ്സ്ഫുള്ളി ആ സ്റ്റോറി ഉണ്ടാക്കണ പോലെ തോന്നുള്ളൂ. ഒരു നാച്ചുറലായിട്ട് ഉണ്ടാവില്ല. നാഷണൽ അവാർഡിലൊക്കെ പറയണ പോലെ അത്തൻറ്റിക് ആയിട്ട് ഉണ്ടാവില്ല. ഓവറോൾ ഈ സിനിമ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ ഒരു ആവറേജ് സിനിമയാണ്. കൂലി കാണാൻ വേണ്ടി മുട്ടി നിൽക്കാറുണ്ടെങ്കിൽ മാത്രം പോയി കണ്ടാൽ മതി, ഇല്ലെങ്കിൽ പൈസയൊക്കെ വേസ്റ്റാണ്. ഓക്കെ അല്ലേ?